ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പള്ളിയിൽ ചേർന്ന് ഇപ്പോൾ നമുക്ക് ഇടയ്ക്ക് പ്രാർത്ഥനാപൂർവം ആയിരിക്കാനായിട്ട് സാധിക്കട്ടെ. അങ്ങേക്ക് വരുന്ന ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ നവീകരിക്കണം. ഞങ്ങളുടെ കുറവുകൾ പരിഹരിക്കാനായിട്ടുള്ള പരിഹാരത്തിൻ്റെ അവസരങ്ങളാക്കി നമുക്ക് ഈ അവസരങ്ങളെ മാറ്റാൻ സാധിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം. ഞങ്ങളുടെ ജീവിതത്തെ നവീകരിക്കുവാൻ വിദ്യാഭ്യാസ ലക്ഷ്യമാക്കി നീങ്ങുവാൻ പരിശുദ്ധാമേ ഞങ്ങൾക്ക് വേണ്ടി മാർഗദർശിക്കണമേ. വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നോ ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. ഇരുവാത്മാവിലാശ വീശുന്ന മോഹനാം ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ.
ഒന്നാം സ്ഥലം ഈശോമിശിഹാ മരണത്തിന് വിധിക്കപ്പെടുന്നു. മനുഷ്യകുലത്തിന്റെ പാവപരിഹാരത്തിനുള്ള ബലി ആരംഭിച്ചു കഴിഞ്ഞു. ഈശോ പീലാത്തോസിന് മുമ്പിൽ നിൽക്കുന്നു. അവിടുത്തെ ഒന്ന് നോക്കുക. ചമ്മട്ടി അടിയേറ്റ ശരീരം, രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ, തലയിൽ മുൾമുടി, ഉറക്കമൊഴിഞ്ഞ കണ്ണുകൾ, ക്ഷീണത്താൽ വരയ്ക്കുന്ന കൈകാലുകൾ, ദഹിച്ചു വരേണ്ട നാവ്, ഉണങ്ങിയ ചുണ്ടുകൾ. പീലാത്തോസ് വിധിവാചകം ഉച്ചരിക്കുന്നു. കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു. എങ്കിലും അവിടുന്ന് എല്ലാം നിശബ്ദനായി സഹിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ. എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങേപോലെ സമചിത്തനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്കൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. എൻ്റെ ക്ലാസ്മേറ്റാണ്. ഞാൻ ഒന്നിച്ച് ഇവിടെ മംഗലപുര സെമിനാരിയിൽ പഠിച്ചതാണ്. അച്ഛനാണ് ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ വികാരി. ഇടയ്ക്കൊക്കെ ഞാൻ ഇവിടെ അച്ഛനെ കാണാനായിട്ട് വരാറുണ്ട്. അച്ഛൻ ഒരു സ്നേഹപുരം പള്ളിയെ പറ്റിയുള്ള സ്നേഹപുരം പള്ളി 1988 ഞങ്ങളുടെ സെമിനാരിലൊക്കെ ഉള്ളപ്പോൾ കാലത്താണ് ഇതിവിടെ പള്ളി പണിയാനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. നമ്മുടെ അന്ന് നമ്മുടെ പാലക്കാട്ടിൽ പിതാവ് മംഗളഗിരി പിതാവാണ് നമ്മുടെ അതിരൂപതയിൽ ഉണ്ടായിരുന്നത്. മംഗളഗിരി പിതാവ് ചെന്ന് കണ്ട് ഇവിടെയുള്ളവർ ഉണർത്തിച്ചു, ഇങ്ങനെ ദേവാലയം പണിയണമെന്ന് പറഞ്ഞ് അങ്ങനെ പിതാവ് വഴി വലിയ പിതാവിനെ അറിയിച്ചു. അങ്ങനെ അന്നാളിൽ ആ ശ്രമങ്ങൾ ആരംഭിച്ച് അത് 85കളിലാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം 88 പള്ളി ഇങ്ങനെയൊക്കെ പണിതുണ്ടാക്കി. അന്ന് നിസ്സാര സ്ഥലം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഫ്രണ്ടിൽ കാണുന്ന സ്ഥലമൊന്നും അന്നുണ്ടായിരുന്നതല്ല, പിന്നീട് അത് കൂട്ടിച്ചേർത്തതാണ്. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത കുടുംബത്തിൻ്റെ വക സ്ഥലമായിരുന്നു. പള്ളിക്കെന്ന് പറഞ്ഞ് വാങ്ങിച്ചതല്ല, വേറെ പല കാര്യങ്ങൾക്കായിട്ട് വാങ്ങിച്ചത്. അങ്ങനെ പള്ളിക്കായിട്ട് കൺവേർട്ട് ചെയ്യായിരുന്നു. പള്ളിക്കാണെന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് കിട്ടില്ലായിരുന്നു. പക്ഷേ ഇത് ടൗണിലോട്ട് തീർന്ന് ഇതിനടുത്താണല്ലോ. ഏതായാലും നമുക്ക് ആ സ്ഥലം കിട്ടി. അങ്ങനെ പള്ളി ഇവിടെ വന്നു. 88 മുതൽ ഈ പള്ളി ഇങ്ങനെ പോകുന്നു. തച്ചിലച്ചൻ ജോസ് തച്ചിലച്ച നമ്മുടെ അതിരൂപതാംഗമാണ്. അച്ഛനിവിടെ മംഗലപ്പുഴയിൽ നിന്ന് ഫിലോസഫി കാർമലിക്കറ്റിൽ നിന്ന് വന്നാണ് അച്ഛൻ ഈ പള്ളി നടത്തിക്കൊണ്ട് പോയത്. പിന്നീട് പല വൈദികരുടെ വന്നു. കളപ്പുര അച്ഛനായിരുന്നു ഇതിന് മുമ്പുണ്ടായിരുന്നത്. നമ്മുടെ ചരിത്രം പേരോടെ ഉണ്ടല്ലോ. ചരിത്രത്തിൽ നമ്മൾ എന്തെങ്കിലും പ്രത്യേകം സംഭവിച്ചിട്ടുണ്ടായില്ല. 88 അതിനുശേഷം ഞങ്ങൾ ജൂബിലി ഹാളിന് സ്ഥലം വാങ്ങിച്ച് ജൂബിലി ഹാൾ അവിടെ പണിതുണ്ടാക്കി. അത് ഈ ഒരു വീടിൻ്റെ അപ്പുറത്താണ്, പള്ളിയുടെ പുറകിലുള്ള വീടിൻ്റെ അപ്പുറത്ത് ജൂബിലി ഹാളുണ്ട്. അതൊരു 2 നില 3 നിലയിലാണ്. ഇടവക്കാർ നമുക്ക് 436 കുടുംബങ്ങളുണ്ട്. സിറ്റി കൾച്ചറുള്ള ഒരു അങ്ങനത്തെ പള്ളിയാണ്. വലിയ വലിയ ആളുകളും കേരളത്തിന് അപ്പുറം അങ്ങനെ അറ്റം മുതൽ അറ്റം വരെയുള്ള ആളുകൾ. ഞങ്ങൾക്കൊരു IPS ഒരു 4 IPS കൂടെ ഉണ്ട്. പോൾ സാർ നമ്മുടെ ചീഫ് സെക്രട്ടറി, റിട്ടയർഡ് ചീഫ് സെക്രട്ടറി ആയിരുന്നു കേരളത്തിൽ. പിന്നെ നമുക്ക് പല ഉദ്യോഗങ്ങളൊക്കെ വഹിച്ചെന്ന് പറഞ്ഞു കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ റിട്ടയർഡ് ഹാൻഡ്സ് ആണ് മക്കളൊക്കെ പുറത്താണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവരുടെ പെരിയച്ഛൻ ഞങ്ങളുടെ സൗകര്യത്തിലാണ്. ഇവിടെ ഇരുന്നാരെങ്കിലൊക്കെ അവരൊക്കെ സംഘടിപ്പിച്ച് പോകുന്നുണ്ട്. എല്ലാവരെയും താങ്ക് യു. ിടുന്നു
സ്ഥലം ഈശോ മിശിഹാ കുരിശ് ചുമക്കുന്നു. ഭാരമേറിയ കുരിശ് ചുമന്നുകൊണ്ട് അവിടുന്ന് മുന്നോട്ട് നീങ്ങുന്നു. ഈശോയുടെ ചുറ്റും നോക്കുക, സ്നേഹിതന്മാർ ആരുമില്ല. യൂദാസ് അവിടുത്തെ ഒറ്റിക്കൊടുത്തു, പത്രോസ് അവിടുത്തെ പരിത്യജിച്ചു, മറ്റ് ശിഷ്യന്മാർ ഓടി ഒളിച്ചു. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ കണ്ടവരും അവയുടെ ഫലം അനുഭവിച്ചവരും ഇപ്പോൾ എവിടെ? ഓശാന പാടി എതിരേറ്റവരും ഇന്ന് നിശബ്ദരായിരിക്കുന്നു. ഈശോയെ സഹായിക്കുവാനോ ഒരാശ്വാസവാക്ക് പറയുവാനോ അവിടെ ആരുമില്ല. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. എൻ്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശ് ചുമന്നുകൊണ്ട് ഞാൻ അങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു. വലയുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവേ, എൻ്റെ ക്ലേശങ്ങളെല്ലാം കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നമ്മുടെ മാർക്കറ്റി ഫോറസ്റ്റിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിലാണ് 1952 ഇവിടെ കൊണ്ടുവന്ന തിരുശേഷിപ്പാണ്, പുണ്യാളിൻ്റെ തിരുശേഷിപ്പാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ തിരുശേഷിപ്പ് നമുക്ക് കുത്തി പ്രാർത്ഥിക്കാം. കനത്ത ഭാരം താങ്ങുവാൻ കഴിയാതെ ലോകനാഥൻ പാദങ്ങൾ പതറി വീണു, കല്ലുകൾ നിറയും വേലുവഴി. പാദം കല്ലിന്മേൽ തട്ടി മുറിഞ്ഞു ചെന്നിടം അണയുന്നു മുന്നിൽ ഞങ്ങൾ. മൂന്നാം തലം ഈശോ മിശിഹാ ഒന്നാം പ്രാവശ്യം എഴുതുന്നു. ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് കണികൾ വെച്ചു. ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി, എന്നെ അറിയുന്നവർ ആരുമില്ല. ഓടിയൊളിക്കുവാൻ ഇടമില്ല, എന്നെ രക്ഷിക്കുവാൻ ആരുമില്ല. അവിടുന്ന് നമ്മുടെ ഭാരം ചുമക്കുന്നു, നമുക്ക് വേണ്ടി അന്ന് സഹിച്ചു. കർത്താവേ, ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട്. പലപ്പോഴും കുരിശിനോടുകൂടി ഞാനും നിലത്ത് വീണ് പോകുന്നു. മറ്റുള്ളവർ അത് കണ്ട് പരിഹസിക്കുകയും എൻ്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട്. കർത്താവേ, എനിക്ക് വലിയ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. കൃഷി വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. തനയൻ
ചിന്തും മിഴികളിൽ കോരമ്പു താഴിറങ്ങി ആരോടു നിന്നെ ഞാൻ സാമ്യപ്പെടുത്തും കടലപ്പേരും കടലേ ആഴറിഞ്ഞാഴത്തിൽ ലലതല്ലി നിൽക്കുന്ന നിൻ മനോവേദന നിൻ കണ്ണുനീരാൽ കഴുകേണമെങ്കിൽ പറയുന്ന മാലിന്യമെല്ലാം. നാലാം സ്ഥലം ഈശോ വഴിയിൽ വെച്ച് തന്റെ മാതാവിനെ കാണുന്നു. കുരിശുയാത്ര മുന്നോട്ട് നീങ്ങുന്നു. ഇടയ്ക്ക് സങ്കടകരമായ ഒരു കൂടിക്കാഴ്ച. അവിടുത്തെ മാതാവ് ഓടിയെത്തുന്നു. അവർ പരസ്പരം നോക്കി. കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുകൾ, വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ. അമ്മയും മകനും സംസാരിക്കുന്നില്ല. മകന്റെ വേദന അമ്മയുടെ ഹൃദയം തകർക്കുന്നു. അമ്മയുടെ വേദന മകന്റെ ദുഃഖം വർദ്ധിപ്പിക്കുന്നു. 40-ാം ദിവസം ഉണ്ണിയെ ദേവാലയത്തിൽ കാഴ്ചവെച്ച സംഭവം മാതാവിന്റെ ഓർമ്മയിൽ വന്നു. നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കുമെന്ന് പരിശുദ്ധനായ ശിമയോൻ അന്ന് പ്രവചിച്ചു. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യുന്നു. ഈ ലോകത്തിലെ നിസ്സാര സങ്കടങ്ങൾ നമുക്ക് നിത്യഭാഗ്യം പ്രദാനം ചെയ്യുന്നു. ദുഃഖസമുദ്രത്തിൽ മുഴുകിയ ദിവ്യരക്ഷിതാവേ, സഹനത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ അങ്ങേ മാതാവിന്റെ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. അങ്ങയുടെയും അങ്ങേ മാതാവിന്റെയും സങ്കടത്തിന് കാരണം ഞങ്ങളുടെ പാപങ്ങളാണ് ഞങ്ങൾ അറിയുന്നു. അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഞാൻ ഈ പള്ളിയിൽ കുർബാന അത് പുതിയ പള്ളി നിർമ്മിച്ചാൽ അറിയാമോ? നമ്മുടെ കരിയാറ്റിലേഷനാണ്. നമ്മുടെ അച്ഛനത് 14 വർഷം കൊണ്ടാണ് ആ ദേവാലയത്തിൻ്റെ പണി പൂർത്തിയാക്കിയത്. ഈ ദേവാലയത്തിൻ്റെ കുറേ ഭാഗങ്ങൾ നടത്തിയിട്ട് ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്തത്. ഇതാണ് പുരാതനമായിട്ടുള്ള അങ്കമാലി. അങ്കമാലിക്ക് മറ്റൊരു പ്രത്യേകത അല്ലേ, ഇവിടെ കുറേ ആളുകൾ വിമോചന സമയത്ത് വെടിവെപ്പിൽ മരിച്ച ആളുകളുണ്ട്. അവരുടെ കബറിടങ്ങൾ ഇവിടെയുണ്ട്. 7 പേര്. പിന്നത്തെ വർഷം തന്നെ പിന്നെ നടന്ന ഇലക്ഷനിൽ ആ ഭരണകൂടം തന്നെ മാറി. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഈ അങ്കമാലി ഈ പ്രദേശത്തെ ആളുകൾ അവർ വെടിവെപ്പായാലും എന്തായാലും നേരെ നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് എൻ്റെ അപ്പന് 14 വയസ്സുള്ളൂ. ഇപ്പോൾ പയ്യനാണ്. അപ്പോൾ ഇത് കാണാനായിട്ട് പുള്ളി ഓടി വന്ന് അവിടെ വെടിവെപ്പ്, ഇവിടെ വെടിവെപ്പ്. അപ്പോൾ എല്ലാ പുള്ളി പറഞ്ഞ പോലീസുകാരൊക്കെ തിരിച്ചു ഓടി. അത് കാരണം ഞാനിപ്പോൾ നിങ്ങളുടെ വികാരിയായിട്ടുള്ളൂ. എന്നോട് എല്ലാ സർക്കാസ്റ്റിക്കായിട്ട് അപ്പൻ അവതരിപ്പിക്കാറ്. പുള്ളി പയ്യനായിരുന്നത്. വീട്ടിലൊക്കെ ഒരു വിധത്തിൽ അന്ന് മറ്റൊരു ആ ഭാഗത്ത് ആളുകൾ കുറേ പേര് മരിച്ചു. അവരുടെ കബറിടം ഇവിടെ ഉണ്ട്. പ്രധാനപ്പെട്ടതാണ് സെമിത്തേരി. ആ കബറിടങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ിടുന്നു
ആനന്ദദായകം വരിൽ വീണുഴലുന്നോ കവലംബമേകുന്ന കുരിശേ നാമിച്ചിടുന്നു സുരലോകനാഥാവിൻ കുരിശുന്നു കാണുവാൻ തരണേ വരങ്ങൾ നിരന്തരം. ഈശോ വളരെയധികം തളർന്നു കഴിഞ്ഞു. ഇനി കുരിശോടുകൂടെ മുന്നോട്ട് നീങ്ങുവാൻ ശക്തനല്ല. അവിടുന്ന് വഴിയിൽ വെച്ച് തന്നെ മരിച്ചു പോകുമെന്ന് യൂതന്മാർ ഭയന്നു. അപ്പോൾ ഷിമിയോൻ എന്നൊരാൾ വയലിൽ നിന്ന് വരുന്നത് അവർ കണ്ടു. കെവറിൻകാരനായ ആ മനുഷ്യൻ അലക്സാണ്ടറിൻ്റെയും റോപ്പാസിൻ്റെയും പിതാവായിരുന്നു. അവിടുത്തെ കുരിശ് ചുമക്കുവാൻ അവർ അയാളെ നിർബന്ധിച്ചു. അവർക്ക് ഈശോയോട് സഹതാപം തോന്നിയിട്ടല്ല, ജീവനോടുകൂടെ അവിടുത്തെ കുരിശിൽ തറയ്ക്കണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു. കരുണാനിധിയായ കർത്താവെ, ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങേ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ അങ്ങേ സഹായിക്കുമായിരുന്നു. എന്നാൽ എൻ്റെ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങേ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അപ്പോൾ ഞാനും ഷിമിയോനെ പോലെ അനുഗ്രഹീതനാകും. അങ്ങേ പീഡാനുഭവം എന്നിലൂടെ പൂർത്തിയാവുകയും ചെയ്യും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഇതാണ് യൂദാപുരം പള്ളി. വരാപ്പുഴ രൂപതയുടെ കീഴിലുള്ള ഒരു പള്ളിയാണ്. എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഉള്ള ഒരു ഇവിടെ വന്നാണ് നൊവേനൊക്കെ കൂടുന്നത്. നമ്മൾ കലൂരൊക്കെ പോകുന്നത് പോലെ അങ്കമാലി ഏരിയയിലുള്ള ആളുകൾ നൊവേനയ്ക്ക് വരുന്ന സ്ഥലം ഇതാണ്. ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് വരും. പെരുന്നാളിനൊക്കെ ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഊണ് കഴിക്കാനുണ്ട്. ഈ സ്ഥലം ആദ്യം ഇങ്ങനെയായിരുന്നില്ല. ഞാൻ മിക്കവാറും നടന്നു പോകുന്ന അങ്കമാലിക്ക് എനിക്ക് നടക്കാൻ ദൂരമുള്ളൂ വീട്ടിൽ നിന്ന്. ഇതൊരു വലിയ കുന്നായിരുന്നു. ആ കുന്നിടിച്ചൊരു ഇങ്ങനെ ഈ ലെവൽ. അപ്പോൾ ഇങ്ങനെ ഒത്തിരി ആളുകൾ വരുന്ന ചൊവ്വാഴ്ചയ്ക്കാണെങ്കിൽ വലിയ തിരക്കുള്ള സ്ഥലം. പരിശുദ്ധ പരമാധികാരുണ്യത്തിനാണ് പരിശുദ്ധ പരമാധികാരുണ്യത്തിനാണ് പരിശുദ്ധ പരമാധികാരുണ്യത്തിനായിരിക്കട്ടെ. തളർന്നു മുഖം നാഥന്റെ കണ്ണുകൾ താണു മങ്ങി വേറൊലിക്കാമിഴി നീർ തൂകിയ ദിവ്യാനനം തുടച്ചു. മാലാഖമാർക്കെല്ലാം ആനന്ദമേകുന്ന മാനത്തെ പൂനിലാവേ, താബോർ മാമല മേലെ നിൻമുഖം സൂര്യനെ പോലെ മിന്നി. ഇന്നാ മുഖത്തിൻ്റെ ലാവണ്യമൊന്നാകെ മങ്ങി ദുഃഖത്തിൽ മുങ്ങി. ആറാം സ്ഥലം വേറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഭക്തിയായ വേറോനിക്ക മിശിഹായെ കാണുന്നു. അവളുടെ ഹൃദയം സഹതാപത്താൽ നിറഞ്ഞു. അവൾക്ക് അവിടുത്തെ ആശ്വസിപ്പിക്കണം. പട്ടാളക്കാരുടെ മധ്യത്തിലൂടെ അവൾ ഈശോയെ സമീപിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. പരമാർത്ഥ ഹൃദയർ അവിടുത്തെ കാണും. അങ്ങിൽ ശരണപ്പെടുന്നവരാരും നിരാശരാവുകയില്ല. അവൾ ഭക്തിപൂർവ്വം തൻ്റെ തൂവാലയെടുത്തു. രക്തം പുരണ്ട മുഖം വിനയപൂർവ്വം തുടച്ചു. എന്നോട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി. ആരെയും ഞാൻ കണ്ടില്ല.
എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല. പ്രവാചകൻ വഴി അങ്ങ് അരുളി ചെയ്ത ഈ വാക്കുകൾ എൻ്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്നേഹം നിറഞ്ഞ കർത്താവെ, വേറൊനിക്കയെ പോലെ അങ്ങയോട് സഹതപിക്കാനും അങ്ങയെ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങേ പീഡാനുഭവത്തിൻ്റെ മായാത്ത മുദ്ര എൻ്റെ ഹൃദയത്തിൽ പതിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ബെന്യാച്ചൻ്റെ ഇടവപ്പള്ളി എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പള്ളി ഉണ്ണിമിശിഹായുടെ നാമധേയത്തിലുള്ളതാണ്. ഉണ്ണീശ്വര പള്ളി എന്നുള്ള രീതിയിൽ വലിയ താല്പര്യമാണ് ആളുകൾക്കൊക്കെ. അവിടുത്തെ തിരുനാൾ, അതിന് നൊവേന ഏൽപ്പിക്കൽ, ഇതൊക്കെ ഭയങ്കര ആഘോഷമാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിലെ ആദ്യ ശനി ഞായറാണ് ഇവിടുത്തെ തിരുനാൾ. അപ്പോൾ അതിൽ 1200 ഇപ്പോൾ കുറേയൊക്കെ തന്നെ വിദേശത്തേക്കൊക്കെ ചേക്കേറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് കുറയുന്നുണ്ട് എന്നുള്ളതാണ് അവസ്ഥ. വരുന്നുണ്ട്. ഇന്നിപ്പോൾ ഒരു വീട് വന്ന് ചേർന്നു. ഞാനിവിടെ രാവിലെ വന്ന ശേഷം അങ്ങനെ വരുന്നുണ്ട്. കാരണം മലയോര മേഖലകളിലുള്ളവർ ടൗണിലേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സാധാരണ ഇത് വരുന്നത്. വികാരി അച്ഛൻ വർഗീസ് ചെർപ്പർവാച്ചൻ അച്ഛൻ്റെ ക്ലാസ്മേറ്റാണ്. നേരത്തെ ഒരു ക്ലാസ്മേറ്റ് ഒരു അച്ഛനെ കണ്ടു. അപ്പോൾ അച്ഛൻ നമ്മുടെ ഇന്ന് കുരിശിൻ്റെ വഴിക്ക് ഒരുക്കാൻ അവിടെ വന്നിട്ടുണ്ടായി. നിങ്ങൾ കണ്ടോ? അവിടെ നിന്ന് ഒരുക്കി അച്ഛൻ 100 ഇവിടെ എത്തി. ഇവിടെ വരുമ്പോൾ സ്വീകരിക്കാനായിട്ട് അച്ഛൻ പറഞ്ഞതിൽ ആഡ് ചെയ്യാനായിട്ടുള്ളത്, ഇത് പാറേക്കാട്ടിൽ പിതാവിൻ്റെ ജന്മസ്ഥലമാണ്. പുള്ളിയുടെ മാതാപിതാക്കന്മാരുടെ ഖബറിടം പഴയ പള്ളിയിൽ ഉണ്ടായിരുന്നപ്പോൾ സൈഡിലൊട്ടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മർദ്ദനത്താൽ വലഞ്ഞു സ്നേഹം തുറന്നു താണു രക്ഷകൻ വീണ്ടും നീലത്തു വീണു. ലോകപാപങ്ങളാണങ്ങയെ വീഴിച്ചു വേദനിപ്പിച്ച ദേവം നിറഞ്ഞോരാ ക്രൂശു നിർമ്മിച്ചത് പാവങ്ങൾ തന്നെയല്ലോ. താപം കലർന്നു ഞാൻ, താപം ഉണർന്നു ഞാൻ, കേഴുന്നു കനിയേണമെന്നിൽ. ഏഴാം സ്ഥലം. ഈശോ മിശിഹാ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോ ബലഹീനനായി വീണ്ടും നിലത്തു വീഴുന്നു. മുറിവുകളിൽ നിന്നും രക്തമൊഴുകുന്നു. ശരീരമാകെ വേദനിക്കുന്നു. ഞാൻ പൂഴിയിൽ വീണുപോയി. എൻ്റെ ആത്മാവ് ദുഃഖിച്ചു തളർന്നു. ചുറ്റുമുള്ളവർ പരിഹസിക്കുന്നു. അവിടുന്ന് അതൊന്നും ഗണ്യമാകുന്നില്ല. എൻ്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതല്ലാതെ അവിടുന്ന് മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. മനുഷ്യപാപികളുടെ ഭാരമെല്ലാം ചുമന്ന മിശിഹായെ, അങ്ങയെ ആശ്വസിപ്പിക്കുവാനായി ഞങ്ങൾ അങ്ങയെ സമീപിക്കുന്നു. അങ്ങയെ കൂടാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ ശക്തിയില്ല. ജീവിതത്തിൻ്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിയാതെ വലയുകയും ചെയ്യുന്നു. അങ്ങേ തൃക്കൈ നീട്ടി ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ തെറ്റുകളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ പുത്രനായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് അപേക്ഷമേ കർത്താവേ അനുഗ്രഹിക്കണമേ. എന്നേരവും ആരാധനയെ സ്തുതിയും വീഴ്ചയുണ്ടായിരിക്കട്ടെ. എന്നേരവും ആരാധനയെ സ്തുതിയും വീഴ്ചയുണ്ടായിരിക്കട്ടെ. എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയുണ്ടായിരിക്കട്ടെ. തുറവൂർ ഇതൊരു വലിയ പഴക്കമുള്ളതല്ല. ഞങ്ങളുടെ കിടങ്ങൂർ പോലെ അങ്കമാലിയിൽ നിന്ന് പിരിഞ്ഞു വന്ന് അല്ലെങ്കിൽ കുറച്ച് മഞ്ഞപ്രഭാഗത്ത് നിന്നൊക്കെ പിരിഞ്ഞു വന്ന ആളുകളുണ്ടാക്കിയ ഇവരാണ്. ഈ പള്ളി ഒരു 12-13 കൊല്ലമൊക്കെ പഴക്കമുള്ളൂ. സുന്ദരമായിട്ടുള്ളൊരു പള്ളി ഇവിടുത്തെ ആളുകളുടെ വലിയ കൂട്ടായ്മ മൂലം ഉണ്ടാക്കിയതാണ്. ഇവിടുത്തെ കാര്യങ്ങളും വീട്ടുകാരൊക്കെ എത്രയുണ്ട് കാര്യങ്ങളൊക്കെ പറയും. ഇത് അങ്കമാലി ഫോറനയിലെ ഒരു പള്ളിയാണ്. ഇത് 1300 വീട്ടുകാരുണ്ട്. ഞാൻ കൊച്ചുപള്ളിയായിരുന്നപ്പോൾ അവിടെ പറവൂര് സ്ഥിരം പള്ളി പാഠനത്തിനുള്ളപ്പോൾ അന്ന് കൺവെൻഷനൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പള്ളി പാഠനത്തിൻ്റെ കൊച്ചൻ എന്നാണ് അവിടെ അറിയപ്പെട്ടിരുന്നത്. പിന്നെ അവിടുന്ന് ഞാൻ ലിഫിലേക്ക് പോയി. പിന്നെ അവിടുന്ന് തണ്ണീർമുഖത്ത് പോയി. പിന്നെ വീണ്ടും തിരിച്ച് ചക്രം ഇവിടെ കമ്മന്നൂർക്ക് വന്നു. പിന്നെ പൊതിയിലായിരുന്നു. പൊതിയിൽ ഈ സെപ്റ്റംബറിൽ വന്നത്. ഇവിടെ വലിയൊരു +2 സ്കൂളുണ്ട്. നല്ല സ്റ്റാൻഡേർഡുള്ളൊരു നല്ലൊരു സ്കൂളുണ്ട്. സെൻറ്റ് മാനേജ്. അതെ, ഹയർ സെക്കൻഡറി 3-4 സ്കൂളുണ്ട്. LP സ്കൂളിൽ 2 ഉണ്ട്. പിന്നെ UP സ്കൂളുണ്ട്, ഹൈസ്കൂളുണ്ട്, ഹയർ സെക്കൻഡറി ഉണ്ട്. 3-4 സ്ഥലത്തായിട്ടാണ്. ആ സിമിത്തേരിയൊക്കെ പഴയ പള്ളിയാണ്. അത് സിമിത്തേരി പഴയ പള്ളിയാണ്. അത് കത്തിപ്പോയതാണ്. പിന്നെ സിമിത്തേരി ആക്കി. അത് മേൽക്കൂരി അങ്ങോട്ട് കത്തിപ്പോയി. അത് അങ്ങനെ തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നു. അതിന് ഈ രൂപമാണ് ആദ്യത്തെ രൂപം. അപ്പോൾ പെരുന്നാളിൻ്റെ കൊടി കയറി കഴിയുമ്പോൾ ഈ രൂപം ഇവിടെ നിർത്തുണ്ടായി പള്ളിയിൽ ഉണ്ടാക്കി. നവംബറിലാണ് പെരുന്നാളിവിടെ. അപ്പോൾ ഈ രൂപം അവിടെ കൊണ്ടുവന്ന് വയ്ക്കും. പിന്നെ പെരുന്നാളിന് പിറ്റേ ദിവസം രാവിലെ ഈ രൂപം ഇവിടെ കൊണ്ടുവന്ന് വീണ്ടും വയ്ക്കും. എന്നിട്ട് കൊടിയിറക്കും. അതാണ് ഈ രൂപത്തിൻ്റെ പ്രത്യേകത. ഈ രൂപം പ്രദർശനം ഉണ്ടാവില്ല. പക്ഷെ അന്ന് ദിവസം രൂപം പള്ളിയിൽ ഇരിക്കുക. അന്ന് ഈ 3 ദിവസം ഇരിക്കും. അപ്പോൾ ആൾക്കാർ ഭയങ്കര ഇങ്ങനെ ഈ രൂപത്തോട് ഭയങ്കര വിശ്വാസിയുടെ ആത്മാക്കളുടെ തമ്മിലാണ് മനോഹര സന്മർശത്തിൽ ചേരുവാനിടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ദുരിതത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടു. വിശ്വാസികളുടെ ആത്മാക്കളുടെ മനോഹര സന്മർശത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിക്കണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാണ്. കൂടെ സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ദുരിതത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവൾ. വിശ്വാസികളുടെ ആത്മാക്കളുടെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയാകട്ടെ. സ്വർഗസ്നാനോടെ ഈ സമയത്ത് ജനിച്ചത് പോയിട്ടുള്ള പ്രവേശിപ്പിക്കണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് നിങ്ങളെ അനുഗ്രഹിക്കണമേ. ഇപ്പോഴെപ്പോഴും നയിക്കുക.
ഓർസ്ലം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ലോകത്തെ വീണ്ടുരക്ഷിച്ചു. ഓർസ്ലത്തിന്റെ തെരുവുകൾ ശബ്ദായമാനമായി. പതിവില്ലാത്ത ബഹളം കേട്ട് സ്ത്രീജനങ്ങൾ വഴിയിലേക്ക് വരുന്നു. അവർക്ക് സുപരിചിതനായ യേശു കൊലകളത്തിലേക്ക് നയിക്കപ്പെടുന്നു. അവിടുത്തെ പേരിൽ അവർക്ക് അനുകമ്പ തോന്നി. ഓശാന ഞായറാഴ്ചത്തെ ഘോഷയാത്ര അവരുടെ ഓർമ്മയിൽ വന്നു. സൈത്യൻ കൊമ്പുകളും ജൈവിളികളും. അവർ കണ്ണുനീർ വാർത്ത് കരഞ്ഞു. അവരുടെ സഹതാപ പ്രകടനം അവിടുത്തെ ആശ്വസിപ്പിച്ചു. അവിടുന്ന് അവരോട് പറയുന്നു, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഓർസ്ലേം ആക്രമിക്കപ്പെടും. അവരും അവരുടെ കുട്ടികളും പട്ടിണി കിടന്ന് മരിക്കും. ആ സംഭവം അവിടുന്ന് പ്രവചിക്കുകയായിരുന്നു. അവിടുന്ന് സ്വയം മറന്ന് അവരെ ആശ്വസിപ്പിക്കുന്നു. എളിയവരുടെ സംഗീതമായ കർത്താവേ, ഞെരുക്കത്തിൻ്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ, അങ്ങേ ദാരുണമായ പീഡകളോർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു. അവയ്ക്ക് കാരണമായ ഞങ്ങളുടെ പാപങ്ങളോർത്ത് കരയുവാനും ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവസ്നായ ഞങ്ങളുടെ പിതാവേ, വീട് പള്ളിപ്പുറത്താണ് കാര്യം. പ്രിയമുള്ളവരെ, എല്ലാവർക്കും മേരിയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ജോയ് പ്ലാഗ്രന്മാരുടെ അച്ഛനാണ് പണിയിച്ചത്. നിങ്ങളുടെ മുൻ വികാരി അച്ഛൻ ഇവിടെ വികാരിയായിരുന്നു. ഞാൻ സെമിനാറിലായിരുന്നപ്പോൾ അച്ഛൻ ഇവിടെ എൻ്റെ ഇടവകയിൽ അസിസ്റ്റന്റ് വികാരിയായിരുന്നു. ഇതിൽ മൂത്ത അച്ഛനാണ് പിടിയിട്ടില്ല. അപ്പോൾ ഇവിടെ അടുത്ത് നമുക്കൊരു ചെറിയ മലയുണ്ട്, തട്ടുപാറ എന്ന് പറയും. തോമാസ്ലിയുടെ കാൽപാദമൊക്കെ ഉണ്ട്. തോമാസ്ലിയ മലയാറ്റൂരേക്ക് കടന്നുപോയ വഴിയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇടയ്ക്ക് പോരാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. വൈകുന്നേരങ്ങളാണ് ഏറ്റവും രസകരമാകുന്നത്. ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ്. നമുക്കവിടെ 40-ാം വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം നമ്മുടെ ഈ മഞ്ഞപ്പുറയിലുള്ള എല്ലാ പ്രധാന പള്ളിയിൽ നിന്ന് ആളുകളെല്ലാവരും കൂടി ഒരുമിച്ച് വന്ന് കുരിശിൻ്റെ വഴിയിൽ അവിടെ കുർബാനയും ഒക്കെ ആയിട്ട് ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് വെള്ളിയാഴ്ച, പിന്നെ പുതിയ ഞായറാഴ്ചയാണ് തിരുനാൾ ആഘോഷമായ തിരുനാൾ നടക്കുന്നത്. ഇപ്പോൾ എല്ലാവരും സ്നേഹപൂർവ്വം തിരുനാൾ ക്ഷണിക്കുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ പള്ളി തിരഞ്ഞെടുത്തോട് വരാൻ കഴിഞ്ഞാൽ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. നിങ്ങളിങ്ങനെ അങ്ങേയറ്റത്തിന് മുന്നോട്ട് വന്നതിൽ. അപ്പോൾ എല്ലാം ഇത് വിജയകരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എവിടെ അവസാനിക്കുന്നു? പരിചയപ്പെട്ടു. അച്ഛൻ്റെ വീട് പള്ളിപ്പുറത്താണ്. ഞാനവിടെ കൊച്ചച്ഛനായിട്ട് ചെല്ലുമ്പോൾ മൈൽ സെമിനാരിൽ പഠിക്കുന്ന ഇവിടെ പലവിടെ അച്ഛൻ്റെ പയ്യനാണ്. നമ്മുടെ അച്ഛൻ നന്നായിട്ട് പഠിക്കും. PhD ഒക്കെ കഴിഞ്ഞു. നമ്മുടെ അച്ഛൻ ഇവിടെ എല്ലാ ആശംസകളും ഈശോമിശിഹാ മൂന്നാം പ്രാവശ്യം വീഴുന്നു.
അവിടുന്ന് സുസ്ഥലങ്ങൾ ലോകത്തെ രക്ഷിച്ചു. മുന്നോട്ട് നീങ്ങുവാൻ അവിടത്തേക്കിന് ശക്തിയില്ല. രക്തമെല്ലാം തീരാറായി, തല കറങ്ങുന്നു, ശരീരം വിറയ്ക്കുന്നു. അവിടുന്ന് അതാ നിലം പൊത്തിയുന്നു. സ്വയം എഴുന്നേൽക്കുവാൻ ശക്തിയില്ല. ശത്രുക്കൾ അവിടുത്തെ വലിച്ചെഴുന്നേൽപ്പിക്കുന്നു. ബലി പൂർത്തിയാക്കുവാൻ ഇനി വളരെ സമയമില്ല. അവിടുന്ന് നടക്കുവാൻ ശ്രമിക്കുന്നു. നീ പീഡിപ്പിക്കുന്ന ഈശയാവുന്നു ഞാൻ എന്ന് ശൗൽ അരുളി ചെയ്ത വാക്കുകൾ ഇപ്പോൾ നമ്മെ നോക്കി അവിടുന്ന് ആവർത്തിക്കുന്നു. ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവേ, അങ്ങേ പീഡകളുടെ മുമ്പിൽ എൻ്റെ വേദനകൾ എത്ര നിസ്സാരമാകുന്നു. എങ്കിലും ജീവിതഭാരം നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു. പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു വേദന തീരും മുമ്പേ മറ്റൊന്ന് വന്നു കഴിഞ്ഞു. ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങയോർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ. എന്തെന്നാൽ എൻ്റെ ജീവിതം ഇനി എത്ര നാൾ നീളുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം അടുത്തു വരികയാണല്ലോ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി. കർത്താവ് അങ്ങയുടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവേ, അനുഗ്രഹിക്കണമേ. കുറ്റിപ്പാറ കോളേജിൽ പഠിക്കാനായിട്ട് പോയിരിക്കുകയാണ്. ഇപ്പോൾ ചെറിയ പള്ളിയാണെങ്കിലും വളരെ മനോഹരം അല്ലേ? അവരെ കാറ്റീസം സെൻ്ററൊക്കെ എത്ര സൂപ്പറാണ്. കാറ്റീസം സെൻ്റർ, പള്ളിമേട, പള്ളി ചെറുതാണ്. ഇവിടെ മെമ്പേഴ്സ് കുറവാണ്. എനിക്കിവിടെ പരിചയക്കാരൊക്കെ ഉണ്ട്, ആളുകളുണ്ട്. കാട്ടിക്കുന്ന് പള്ളിയൊക്കെ പക്ഷെ അൾത്താരൊക്കെ അതിമനോഹരമാണ് അല്ലേ? അൾത്താരൊക്കെ അതിമനോഹരം. ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഗാഗുൽത്തായിലെത്തിയപ്പോൾ അവർ അവിടത്തേക്ക് മീറ കലർത്തിയ വീഞ്ഞു കൊടുത്തു. എന്നാൽ അവിടുന്ന് അത് സ്വീകരിച്ചില്ല. അവിടുത്തെ വസ്ത്രങ്ങൾ 4 ഭാഗിച്ച് ഓരോരുത്തർ ഓരോ ഭാഗം എടുക്കുകയും ചെയ്തു. മേലങ്കി തയ്യൽ കൂടാതെ നെയ്യപ്പെട്ടതായിരുന്നു. അത് ആർക്ക് ലഭിക്കണമെന്ന് ചിട്ടിയിട്ട് തീരുമാനിക്കാം എന്നവർ പരസ്പരം പറഞ്ഞു. എൻ്റെ വസ്ത്രങ്ങൾ അവർ വാഹിച്ചെടുത്തു. എൻ്റെ മേലങ്കിക്ക് വേണ്ടി അവർ ചിട്ടിയിട്ടു എന്നുള്ള തിരുവെഴുത്ത് അങ്ങനെ അനർത്ഥമായി. രക്തത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസ്സഹമായ വേദന അനുഭവിച്ച മിശിഹായെ, പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അങ്ങയെ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
എന്നോടൊപ്പം ആയിരിക്കുന്നത് മഞ്ഞപ്ര ഫൊറോന പള്ളിയിലെ വികാരിയച്ഛൻ ഫാദർ വർഗീസ് കൊട്ടയ്ക്കൽ ഇവിടെ കൊച്ചച്ഛനുണ്ട്. ഇപ്പോൾ വർഗീസ് അച്ഛൻ്റെ ക്ലാസ്മേറ്റാണ്. അച്ഛനെ എല്ലാവരും തന്നെ അറിയായിരിക്കും. എൻ്റെ രൂപതയുടെ വികാരി ജനറലായിരുന്നു, അതുപോലെ തന്നെ ചാൻസലറായിരുന്നു. വിദേശത്തൊക്കെ പഠിച്ച് വന്ന് വലിയ ആളാണ്. അപ്പോൾ അച്ഛൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഏറെ സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും ഹോളി ക്രോസ് ഫൊറോന പള്ളിയിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്. അന്ന് വന്നിട്ട് ഇതിനു മുമ്പ് മഞ്ഞപ്പുറയിൽ വന്നിട്ട് ആദ്യമാണല്ലേ? ഇത് കുരിശിൻ്റെ പ്രത്യേക ഭക്തിയുള്ള പ്രത്യേകിച്ച് പള്ളിയുടെ പേര് തന്നെ മാർസ് ഹോളി ക്രോസ് എന്നാണ് മലയാളീകരിച്ച് മാർസ് ലിവ എന്ന് പറയുന്നു. 1401 ഈ പള്ളി സ്ഥാപിതമായത്. ഇവിടെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശക്തമായ ഒരു കാത്തലിക് പ്രസൻസ് ഉള്ള സ്ഥലമാണ്. അതുപോലെ ശക്തമായ വിശ്വാസ പാരമ്പര്യമുള്ള സ്ഥലമാണ്. ഇവിടെ ഒത്തിരിയേറെ വൈദികർ ഈ ഇടവകയിൽ നിന്നുണ്ട്, സിസ്റ്റേഴ്സും ഉണ്ട്. ഞങ്ങൾ 2 അച്ഛന്മാർ, അച്ഛൻ ജിൻസ് ഞാണയ്ക്ക് ഇവിടുത്തെ സഹവികാരിച്ചനാണ്. അച്ഛന് കാക്കനാട് അടുത്തുള്ള തൊടിയൂരാണ് അച്ഛൻ്റെ ഇടവക. ഇപ്പം ഞങ്ങൾ 2 പേരുടെ ഉള്ളൂ എങ്കിലും മിക്കവാറും 4-5 കുർബാന ഉണ്ടാകും. ഒരു കുർബാനയിൽ കൂടുതൽ ഞങ്ങൾക്ക് ചൊല്ലാൻ അവസരം കിട്ടാറില്ല. കാരണം മിക്കവാറും ഇടവകയിൽ അച്ഛന്മാരുണ്ടാകും, അല്ലെങ്കിൽ ബന്ധുക്കൾ. അതുപോലെ അച്ഛന്മാരുടെ സാന്നിധ്യവും അച്ഛന്മാരുടെ ഈ ഇടവകയിൽ നിന്നും അച്ഛന്മാരൊക്കെ ഉള്ള സ്ഥലമാണ്. അത് നിങ്ങൾക്കറിയാമല്ലോ, ഇടവകയിൽ കുടുംബങ്ങളിലുള്ള പാരമ്പര്യം, അതുപോലെ ഈ പ്രദേശത്തുള്ള ക്രൈസ്തവ പാരമ്പര്യമൊക്കെ അതിൻ്റെ ഭാഗമാണ്. അങ്ങനെ പ്രത്യേകമായിട്ട് ഇടമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ 2 തിരുനാളാണ് മുഖ്യമായിട്ടുള്ളത്. വിശുദ്ധ സെബസ്ത്യാനോസ് തിരുനാളുണ്ട്, മാതാവിൻ്റെ തിരുനാളുണ്ട്. സ്വാഭാവികമായിട്ട് കുരിശിൻ്റെ പള്ളിയാകുന്ന തിരുനാളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ടത്. ഞങ്ങളൊന്ന് കണക്കെടുത്ത് കഴിഞ്ഞു. ഏകദേശം 25ഓളം തിരുനാൾ ഞങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. കാരണം 7 കുരിശുപള്ളിയുണ്ട്, അവിടെയുള്ള 2 പെരുന്നാളുണ്ട്, ബാക്കിയുള്ള പെരുന്നാൾ ഇവിടെയാണ്. അത്രയും വിശ്വാസവും ആഘോഷങ്ങളും കൂടി ചേർന്നിടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസത്തിൻ്റെ ഒരു എലമെൻ്റുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ എന്നെച്ച് നിങ്ങൾക്കറിയാത്തത് ഞങ്ങൾ സഹപാഠികളാണ്. മനസ്സിലായി ചേർന്ന് അന്ന് തുടങ്ങി ഇന്ന് വരെയുള്ള ബന്ധം സൗകര്യമുണ്ട്. അച്ഛനെ അതുപോലെ നിങ്ങളോട് അച്ഛനോടൊപ്പം വന്നാൽ നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളോടും ഹോളിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പങ്കു ചേർന്ന് സന്തോഷമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ കൊച്ചച്ഛൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടല്ലോ അല്ലേ? അപ്പോൾ ജിൻസിനാണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ മുഖം കണ്ടറിയാം, ആഗ്രഹമില്ല, വിശക്കുന്നുണ്ടെന്ന് അറിയാം. അതുകൊണ്ട് അധികം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ ഭംഗിയായിട്ട് പോകുന്നു. 8 മാസമായി ഇവിടെ വന്നിട്ട്. ഞങ്ങൾ 2 പേരും പുതിയതാണ്. ഞങ്ങൾ 2 ഇതുപോലെ തികച്ചിട്ടില്ല ഇവിടെ വന്നിട്ട്. ഈ ഇതുപോലെ ആവണേ ഉള്ളൂ. ഒരുപാട് സന്തോഷം. വളരെ സുന്ദരമായ സ്ഥലമാണ്. വളരെ വിശ്വാസമുള്ള ആളുകളാണ്, വളരെ സ്നേഹമുള്ള ആളുകളാണ്. ഞങ്ങൾ അച്ഛനെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഇവിടെ ഞങ്ങൾ ആൾക്കാരെ ഭയങ്കര ഭംഗിയായിട്ട് സ്നേഹിക്കുന്നുണ്ട്. സംസ്കൃതി കുരിശിൻ്റെ പള്ളിയാണ്, കുരിശിൻ്റെ തിരിശേഷിപ്പുള്ള പള്ളിയാണ്. കുരിശുദ്ധവാത്തിന് അതൊക്കെ നമ്മൾ ചുംബനത്തിനായിട്ട് പുറത്തൊക്കെ എടുക്കുന്നതാണ്. പിന്നെ അവരെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. സ്ഥലം ഈശോ മിശിഹാ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോയെ കുരിശിൽ കിടത്തി കൈകളിലും കാലുകളിലും അവർ ആണി തറയ്ക്കുന്നു. ആണിപ്പഴുതുകളിലേക്ക് കൈകാലുകൾ വലിച്ചു നീട്ടുന്നു. ഉഗ്രമായ വേദന, മനുഷ്യന് സങ്കല്പിക്കുവാൻ കഴിയാത്തതും ദുസ്സഹമായ പീഡകൾ. എങ്കിലും അവിടുത്തെ അധരങ്ങളിൽ പരാതിയില്ല, കണ്ണുകളിൽ നൈരാശ്യമില്ല. പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. ലോകരക്ഷകനായ കർത്താവേ, സ്നേഹത്തിൻ്റെ പുതിയ സന്ദേശവുമായി വന്ന അങ്ങയെ ലോകം കുരിശിൽ തറച്ചു. അങ്ങ് ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം അങ്ങയെ ദ്വേഷിച്ചു. യജമാനേക്കാൾ വലിയ ഭൃത്യനില്ലെന്ന് അവിടുന്ന് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെ പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങയുടെ കൂടെ കുരിശ് തറയ്ക്കപ്പെടുവാനും ലോകത്തിൽ മരിച്ച്
അങ്ങേക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വകസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ തെറ്റുകളോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. മാതാവേ, ക്രിസ്തനായ കർത്താവിന്റെ തിരുവടുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഇവിടെ ആയിരിക്കുന്നത് ഭാരതമാതാ ഭാരതറാണി ചർച്ച് വാതക്കാട്. എൻ്റെ 4 ക്ലാസ്മേറ്റ് അച്ഛന്മാരെ കണ്ടു അല്ലേ? അച്ഛൻ്റെ ക്ലാസ്മേറ്റാണ് അച്ഛൻ. എനിക്ക് ഈ പ്രായമാണ്. അച്ഛനെ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് സെമിനാറിൽ വന്നത്. അതുകൊണ്ടാണ് അച്ഛൻ എന്നേക്കാൾ ഒരു 3-4 വയസ്സ് മൂപ്പുണ്ടാവും, അത്രയുള്ളൂ. അപ്പോൾ ജോർജ് കാച്ചപ്പള്ളി അച്ഛൻ നമ്മുടെ റോസി ചേച്ചിയുടെ സഹോദരനാണ്. ഒരു ചേച്ചി അനിയത്തിമാരുടെ മക്കളാണ്. ഫെസ്കസിൻ ആംഗ്ല പെണ്ണന്മാരാണ്. അപ്പോൾ നമ്മുടെ ഈ ഏരിയയിലൊക്കെ വരുമ്പോൾ ഈ പള്ളി ഇങ്ങനെ ഒരു സാധാരണ പള്ളിയുടെ വലിപ്പം ഉണ്ടെങ്കിലും ഒത്തിരി കത്തോലിക്കരുണ്ട്. ഒരു 400-400ഓളം വീടുകളുണ്ട്. 400ഓളം വീടുകൾ ഇവിടെ ഉണ്ട്. പിന്നെ ഒരു ഉണ്ടായിരുന്നു, അത് സെന്റ് ആൻസീസ് സിസ്റ്റേഴ്സ് നടത്തുന്നു. പിന്നെ പുതിയ സ്ഥാപനങ്ങൾ പലതും ഇവിടെ വരുന്നുണ്ട്. ഇതൊരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരു അനാഥ മന്ദിരം ഇവിടെ പണി കഴിപ്പിക്കുന്നുണ്ട്. വേറൊരു സിസ്റ്റേഴ്സ്, ദേവദാൻ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സിസ്റ്റേഴ്സ് അത് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. 50 മുറികളുള്ള ഒരു സെക്ഷൻ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിലാകെ 2 പള്ളികളാണ് ഭാരതറാണിയുടെ പേരിലുള്ളത്. അതിനകത്ത് ഒന്നാണിത്. ഒരെണ്ണം നമ്മുടെ പനങ്ങാട്. അതാണ് ലോകത്തിലാകെയുള്ള 2 ഭാരതറാണി ചർച്ചില്. ഭാരതറാണി ചർച്ച് എന്ന് പറയുമ്പോൾ ഭാരതത്തിൽ പെടുമല്ലോ. ഭാരതത്തിലാകെ 2 ഉള്ളതിൽ ഒന്ന് ഇതും ഒന്ന് അതുമാണ്. ആ 2 ഇവിടെ ഞങ്ങൾക്ക് ഇത്രയും. ഞാൻ വന്നിട്ട് ഇവിടെ 5 മാസം ആയിട്ടുള്ളൂ. പിരിയുന്നു ഭുവനൈകനാഥനീശോ, സൂര്യൻ മറഞ്ഞിരുണ്ടു, നാടന്നു മന്ദരം നിറഞ്ഞു, കുറഞ്ഞു വാനടയുണ്ടു, പറവയ്ക്കു കൂടുണ്ടു പാടുവാൻ, നരപുത്രരൂഴിയിൽ തലയുന്നു ചായ്ക്കുവാൻ ഇടമില്ലോരേടവും, പുൽകൂടുതൊട്ടങ്ങി പുൽകുന്നതാരിക്ക് കുരിശോളം കൂട്ടായി വന്നു. 12-ാം സ്ഥലം ഈശോ മിശിഹ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. രണ്ട് കള്ളന്മാരുടെ നടുവിൽ അവിടുത്തെ അവർ കുരിശിൽ തറച്ചു. കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല കള്ളനെ ആശ്വസിപ്പിക്കുന്നു. മാതാവും മറ്റു സ്ത്രീകളും കരഞ്ഞുകൊണ്ട് കുരിശിന് താഴെ നിന്നിരുന്നു. ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോടും ഇതാ നിന്റെ അമ്മ എന്ന് യോഹന്നാനോടും അവിടുന്ന് അരുളി ചെയ്തു. 12 മണി സമയമായിരുന്നു. എൻ്റെ പിതാവേ, അങ്ങേ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നരുളി ചെയ്ത് അവിടുന്ന് മരിച്ചു. പെട്ടെന്ന് സൂര്യനിരുണ്ടു. 3 മണി നേരം വരെ ഭൂമിയിലെങ്ങും അന്ധകാരമായിരുന്നു. ദേവാലയത്തിലെ തിരശീല നടുകെ കീറിപ്പോയി.
ഭൂമി ഇളകി, പാറകൾ പിളർന്നു, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. ശതാധിപൻ ഇതെല്ലാം കണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. കണ്ടുനിന്നിരുന്നവർ മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട്. അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാകുന്നു. കർത്താവെ, അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു. അങ്ങേ ദഹനബലി അങ്ങ് പൂർത്തിയാക്കി. എൻ്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും. ഞാനും ഒരു ദിവസം മരിക്കും. അന്ന് അങ്ങയെപ്പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ. എൻ്റെ പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി. ആകയാൽ അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങയുടെ ആഹാരം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനായി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനായി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനായി നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ഫാത്തിമ മാതാ ചർച്ച് ആനപ്പാറ. ഇവിടെ ഈ വലിയ മനോഹരമായിട്ടുള്ള ദേവാലയ നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തത് നമ്മൾക്ക് സുപരിചിതനായിട്ടുള്ളൊരു അച്ഛനാണ്. ബേസിൽ കുഞ്ചപ്പുശ്ശേരി അച്ഛൻ, നിങ്ങളെല്ലാവരും അറിയും. നമ്മുടെ ആമ്പല്ലൂര് വികാരിയായിരുന്ന അച്ഛൻ, എഴുപുന്ന. ഒത്തിരി കഷ്ടപ്പെട്ട് കുറേ നാൾ. ഞാൻ ഇവിടുത്തെ റിപ്പോർട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഇത് നടക്കുമെന്ന് തന്നെ സംശയിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ മൂലം വലിയ സുന്ദരമായിട്ടുള്ള ഒരു ദേവാലയം അച്ഛൻ്റെ ഇടപെടലുകളുടെ നേതൃത്വത്തിൽ ഉയർന്നിരിക്കും. നമ്മുടെ ദേവാലയത്തിൻ്റെ സൗന്ദര്യം കാണാൻ ഇങ്ങനെ വെറുതെ കണ്ടാലും ഇതില്ല. ഇന്നത്തെ ലൈറ്റുകളൊക്കെ വരണം. ലൈറ്റുകളൊക്കെ വന്നാലാണ് അതിൻ്റെ ഫുള്ളായിട്ടുള്ള സൗന്ദര്യം കാണാനായിട്ട് പറ്റുള്ളൂ. വളരെ സുന്ദരമായിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ആമ്പല്ലൂരുണ്ടായിരുന്ന ഒരു അച്ഛൻ, പാലാട്ടി അച്ഛൻ മരിച്ചു. അച്ഛൻ്റെ ഡെഡ് ബോഡി ഇവിടെ അടക്കിയിട്ടില്ല. എനിക്കന്ന് വരാൻ പറ്റിയില്ല, ആരോ കാണാനായിട്ട് വന്നതുകൊണ്ട് പിന്നെ വരാൻ പറ്റിയില്ല. ഇങ്ങനെ സുന്ദരമായിട്ടുള്ള ഈ സ്ഥലങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സ് എപ്പോഴും നമ്മുടെ ഏരിയ ഇതുപോലെ സുന്ദരമാകണം എന്നുള്ള ചിന്തയാണ്, ഇല്ലേ? എപ്പോഴും കൂട്ടായ്മയിൽ നിന്നാണ് ഈ സൗന്ദര്യം ഉണ്ടാകുന്നത്. നമ്മുടെ അവിടെ ഇതുപോലെ റിച്ചായിട്ടുള്ള ഇവിടെ ഇവിടുത്തെ ആളുകൾ വ്യത്യസ്തര് എന്നുള്ളത് അതാണ് മനസ്സിൻ്റെ. ഒരു സ്ഥലത്തിൻ്റെ വളർച്ച മനസ്സിൻ്റെ വളർച്ച, ആ വളർച്ച മനസ്സിൻ്റെ വളർച്ച ദൈവം അത് സ്ഥാപിതമാണ്. അപ്പോൾ നല്ല സുന്ദരമായിട്ട് ഇവരുടെ കൂട്ടമായിട്ടുള്ള ഒരു അധ്വാനത്തിൻ്റെ ഫലമാണ്. അന്ന് വെള്ളിയാഴ്ചയായിരുന്നു, പിറ്റേന്ന് ശാബതമാകും. അതുകൊണ്ട് ശരീരങ്ങൾ രാത്രി കുരിശിൽ കിടക്കാൻ പാടില്ലെന്ന് യൂതന്മാർ പറഞ്ഞു. എന്നാൽ ആ ശാബതം വലിയ ദിവസമായിരുന്നു.
തന്മൂലം കുരിശിൽ തറയ്ക്കപ്പെട്ടവരുടെ കണങ്കാലുകൾ തകർത്ത് ശരീരം താഴെ ഇറക്കണമെന്ന് അവർ പിലാത്തോസിനോട് ആവശ്യപ്പെട്ടു. ആകയാൽ പടയാളികൾ വന്ന് മിശിഹായോടുകൂടെ കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്ന രണ്ടുപേരുടെയും കണങ്കാലുകൾ തകർത്തു. ഈശോ പണ്ടേ മരിച്ചു കഴിഞ്ഞിരുന്നു എന്ന് കണ്ടതിനാൽ അവിടുത്തെ കണങ്കാലുകൾ തകർത്തില്ല. എങ്കിലും പടയാളികളിൽ ഒരാൾ കുന്തം കൊണ്ട് അവിടുത്തെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. അനന്തരം മിശിഹായുടെ മൃതദേഹം കുരിശിൽ നിന്നിറക്കി അവർ മാതാവിൻ്റെ മടിയിൽ കിടത്തി. ഏറ്റവും വ്യാകുലയായ മാതാവേ, അങ്ങേ വത്സലപുത്രൻ മടിയിൽ കിടന്നുകൊണ്ട് മുഖമായ ഭാഷയിൽ അന്ത്യയാത്ര പറഞ്ഞപ്പോൾ അങ്ങ് അനുഭവിച്ച സങ്കടം ആർക്ക് വിവരിക്കാൻ കഴിയും? ഉണ്ണിയായി പിറന്ന ദൈവകുമാരനെ ആദ്യമായി കയ്യിലെടുത്തത് മുതൽ ഗാഗുൽത്ത വരെയുള്ള സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു. അപ്പോൾ അങ്ങ് സഹിച്ച പീഡകളെ ഓർത്ത് ജീവിത ദുഃഖത്തിൻ്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ. സുഖസ്നായ അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ സൂക്ഷിക്കുന്ന പോലെ ഞങ്ങളെ ചെയ്യുന്നവരോട് സൂക്ഷിക്കണമേ. ഞങ്ങളെ നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളുടെ നന്മയും ഉണ്ടാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അച്ഛൻ ഇവിടെ വന്നിട്ട് കുറച്ച് നാളായിട്ടുള്ള മാമ്പ്രയിലാണ് എനിക്ക് മാറി വരുന്നത്. തൊട്ട് മുമ്പ് വലിയ പള്ളികളിലായിരുന്നു അച്ഛൻ, കവരപ്പറമ്പ് അല്ലേ, പിന്നെ മാമ്പ്ര. അച്ഛൻ നമ്മോട് സംസാരിക്കും. വളരെ സന്തോഷമുണ്ട് നിങ്ങൾ ഈ പള്ളിയിലേക്ക് വന്നതിൽ. വടക്കമ്പുറന്നല്ലേ? വടക്കമ്പുറം. പിന്നെ അച്ഛനെ നേരത്തെ ഞങ്ങൾ പരിചയമുണ്ട്, പറയാനുള്ളച്ഛൻ. ഇത് മൂക്കന്നൂർ ഫൊറോനയിലെ ഒരു ചെറിയ പള്ളിയാണ്. എത്ര പള്ളി ഫൊറോനയിലുണ്ടെന്ന് എനിക്കറിയില്ല. അതായത് ഒരു ചെറിയ ഫൊറോനയാണ്. അങ്കമാലിയിൽ നിന്ന് കറുകുറ്റിയും മൂക്കന്നൂരും ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് പോകുന്നതാണ്. അങ്കമാലി വലിയൊരു ഫൊറോന പള്ളിയായിരുന്നു. അപ്പം അതിലെ ഒരു പള്ളിയാണ് ദേവഗിരി പള്ളി. 268 വീടുകളേ ഉള്ളൂ. ശരിക്കും ഇത് വനാതിർത്തിയിലാണ്. നമ്മുടെ തൊട്ടടുത്ത് തന്നെ റിസർവ് ഫോറസ്റ്റ് ആരംഭിക്കും. ഇവിടെ ഒലിവുമോണ്ട് എന്ന് പറഞ്ഞൊരു പള്ളി കൂടി ഉണ്ട്. അതിന് ശേഷം റിസർവ് ഫോറസ്റ്റാണ്. ആതിരപ്പള്ളി ടൂറിസം സെൻറ്ററിലേക്ക് പോകുന്ന വഴി ഏകദേശം അടുത്താണ്. 7 കിലോമീറ്ററേ ഉള്ളൂ. സന്തോഷം ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ ഇവിടെ വരാനും പ്രാർത്ഥിക്കാനും നിങ്ങളെത്തിയത് അപ്രതീക്ഷിതമായൊരു കൂട്ടായ്മയാണ്. ഇന്നിപ്പോൾ 5:30 ഇവിടെ കുർബാനയുണ്ട്. 5:15 കുരിശിൻ്റെ വഴി പ്രാർത്ഥനയൊക്കെ ഉണ്ട്. വൈകുന്നേരങ്ങളിലാണ്. വെള്ളിയാഴ്ചകളിൽ ഈ പ്രസാദയുടെ ആഴ്ചകളിൽ മാത്രം വൈകുന്നേരങ്ങളിലാണ് കുർബാന. അപ്പോൾ 5:30 ആരംഭിക്കും. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം. അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അച്ഛന് നേരത്തെ പരിചയമുണ്ട്. ഞാൻ വൈക്കം ഫൊറോന ഇടവക്കാരനാണ്. തെക്കമ്പറവൂരായതുകൊണ്ട് ഞാൻ പറഞ്ഞു. വൈക്കം ഫൊറോന ചെമ്മനത്തേരിയാണ് ഇപ്പോൾ ഞങ്ങൾ. നേരത്തെ വൈക്കം ഫൊറോന തന്നെയായിരുന്നു. അപ്പോൾ ചെമ്മനത്തേരയിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു മാറിയിരുന്നു. ഇത്രയാണ് വിശേഷം. മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഞങ്ങളെ
അനന്തരം പീലാത്തോസിൻ്റെ അനുവാദത്തോടെ റംസാക്കാരനായ ഔസേപ്പ് ഈശോയുടെ മൃതദേഹം ഏറ്റെടുത്തു. 100 റാത്തലോളം സുഗന്ധക്കൂട്ടുകളുമായി നിക്കോദേമോസും അയാളുടെ കൂടെ വന്നിരുന്നു. യഹൂദന്മാരുടെ ആചാരമനുസരിച്ച് കച്ചകളും പരിമളദ്രവ്യങ്ങളും കൊണ്ട് ശരീരം പൊതിഞ്ഞു. ഈശോയെ കുരിശിൽ തറച്ചിടത്ത് ഒരു തോട്ടവും അവിടെ ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. ശാബദം ആരംഭിച്ചതിനാൽ കൊണ്ടും കല്ലറ അടുത്തായതുകൊണ്ടും അവർ ഈശോയെ അവിടെ സംസ്കരിച്ചു. അങ്ങേൻ്റെ ആത്മാവിനെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങേ പരിശുദ്ധൻ അഴിഞ്ഞു പോകുവാൻ അനുവദിക്കുകയുമില്ല. അനന്തമായ പീഡകൾ സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിച്ച മിശിഹായെ, അങ്ങയോട് കൂടെ മരിക്കുന്നവർ അങ്ങയോട് കൂടെ ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. മാമുദീസ വഴിയായി ഞങ്ങളും അങ്ങയോട് കൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. രാവും പകലും അങ്ങേ പീഡാനുഭവത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ നിർമ്മലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, കർത്താവിന്റെ തിരുമുഖം ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രചരിപ്പിക്കണമേ. സ്നേഹമുള്ളവരെ, നമ്മളിപ്പോൾ ആയിരിക്കുന്നത് താബോർ പള്ളിയിലാണ്. ഇപ്പോൾ ഇവിടെയൊക്കെയുള്ള പള്ളികളുടെ പ്രത്യേകത ബൈബിൾ നാമങ്ങളുള്ള പള്ളികളാണ്. ഇവിടെ അടുത്ത് കാൽവരി എന്ന് പേരുള്ള പള്ളിയുണ്ട്, ഇത് താബോർ പള്ളിയുണ്ട്, ഇവിടെ അടുത്ത് ബദലഹമുണ്ട്. പിന്നെ എന്തൊക്കെയാണ് അങ്ങനത്തെ കുറേ പള്ളികൾ. നിങ്ങൾ വിശുദ്ധനാട് സന്ദർശിക്കുന്ന പോലെ ഇപ്പോൾ നമ്മോടൊപ്പം ആയിരിക്കുന്നത് താബോർ പള്ളി വികാരി അച്ഛൻ ഭരണകുളങ്ങര അച്ഛനാണ്. അച്ഛൻ നമ്മുടെ ഉദയംപേരൂർ പള്ളിയിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നിട്ടുണ്ട്. നമ്മുടെ പള്ളിയിലെ കുർബാനയ്ക്ക് പല പ്രാവശ്യം വന്നിട്ടുണ്ടാകും. ഇപ്പോൾ താബോർ പള്ളി വളരെ, ഞാൻ ഈ അൾത്താരയിൽ ഒത്തിരി പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ഡീക്കൺ മിനിസ്ട്രി ഡീക്കനായിരുന്നപ്പോൾ ഈ പള്ളിയിലാണ് വന്നിരുന്നത്. ഗ്രാമപ്രദേശമാണ്. നിങ്ങൾ ഏതാണ്ട് മൂന്നാർ പോകുന്ന പോലെ തോന്നും. നിങ്ങൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വലിയ മലകളും താഴ്വരകളും എല്ലാം കാണാൻ സാധിക്കും. ഈ പള്ളി ഇരിക്കുന്നത് ഒരു വലിയ മലയുടെ മുകളിൽ, എവിടേക്ക് രണ്ട് സൈഡിലേക്ക് നിങ്ങൾ പോയാലും വലിയ താഴ്വരകളാണ് കാണാൻ സാധിക്കും. കുറേ അവിടെ നീങ്ങി പിന്നെ മലകളുണ്ട്. ഇവിടുത്തെ ഈ പള്ളികളുടെ അച്ഛൻ പറഞ്ഞോടെ ഇങ്ങനെ ഓരോ പേരുകൾ നൽകിയിരിക്കുക, വിശുദ്ധനാട്ടിലുള്ള പേരുകളാണ് നൽകിയിരിക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ താബോർ പോയാൽ കർത്താവ് രൂപാന്തരപ്പെട്ട സ്ഥലത്തിൻ്റെ ഒരു പ്രതീതി നിങ്ങൾക്ക് അനുഭവവേദ്യമാകും. പിന്നെ നല്ല മനുഷ്യരാണ്. ഏതാണ്ട് 650ഓളം വീട്ടുകാരുണ്ട് ഇവിടെ. അവർ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്ന ജോലികൾ, പല വിധത്തിലുള്ള ജോലികളും കാര്യങ്ങളും പുറത്തൊക്കെ ജോലിക്കുന്നുണ്ട്. ഒരുപാട് പേര് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു. പണ്ടൊക്കെ ഒരു റബ്ബർ വെട്ടും പാറമടകളുമായിരുന്നു. ഇപ്പോൾ പുതിയ തലമുറ അതിൽ നിന്നെല്ലാം മാറി വരുന്നിരിക്കുന്നു. എന്നാലും പഴയ തലമുറയുടെ ജോലികൾ ചെയ്യുന്നവരുണ്ട്. പരിപാടികളൊക്കെ ആയിട്ട് നന്നായിട്ട് പോകുന്നു. പിന്നെ സ്കൂൾ LP UP ഹൈസ്കൂളെല്ലാം ഉണ്ട്. ടീച്ചേഴ്സ് എല്ലാം സന്തോഷമാണ്. ആളുകൾ നല്ല മനുഷ്യരാണ്. നല്ല വായു, നല്ല വെള്ളം, നല്ല മനുഷ്യർ, അങ്ങനെ പോകുന്നു. അവിടെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഞാൻ ഉദയംപേരൂർ സൂനദോസ് പള്ളിയിൽ ഒരു 4 വർഷത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അന്ന് ബ്ലാക്ക് അച്ഛനാണ് എൻ്റെ ഒരു ഓർമ്മ. ഇടയ്ക്കിടയ്ക്ക് അവിടെ വന്ന് കുർബാനയ്ക്കും തിരുനാളിനെ സഹായിക്കാനും അതുപോലെ 9 ദിവസം നൊവേനയ്ക്കൊക്കെ വരാറുണ്ടായിരുന്നു. അപ്പം നല്ലൊരു പള്ളിയാണ് നിങ്ങളുടെ തെക്കുംപറവൂർ പള്ളി. വളരെ സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ വരുന്നതിലും അച്ഛൻ ഒരുമിച്ച് പോകുന്നതിലും. അപ്പോൾ അച്ഛനെ ഈ നല്ല സംരംഭം ഏറ്റെടുത്ത് ഇത്രയും നല്ല വെയിലത്തൊക്കെ നിങ്ങളുടെ കൂടെ വരുന്നതിനൊക്കെ ഞാൻ പ്രത്യേകം അച്ഛനെയും നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് ദൈവാനുഗ്രഹത്തിന് നല്ല ദിവസങ്ങളായിട്ട് ഇത് നമ്മൾ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളിൽ പങ്കുചേരുകയാണ്. നമ്മുടെ പാപങ്ങൾക്കും മറ്റുള്ളവരുടെ പാപങ്ങൾക്കും നമ്മൾ പരിഹാരം ചെയ്യുന്നു. ആ പരിഹാരം മനോഭാവത്തോടെ പോകുമ്പോൾ അതിനൊത്തിരി ഉണ്ട്. അപ്പം മദർ തെരേസ പറഞ്ഞതുപോലെ അത് സന്തോഷത്തോടെ ചെയ്യുക, ആത്മാർത്ഥതയോടെ ചെയ്യുക, സ്നേഹത്തോടെ ചെയ്യുക. അപ്പോൾ നമുക്കതിൽ പ്രതിഫലം ഈശോ നൽകും എന്നുള്ള നല്ല വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ ഇത്രയും നാളും ഈശോ അനുഗ്രഹിച്ചു. ഈ തുടർന്നുള്ള നിങ്ങളുടെ യാത്രയും നല്ലതായി തീരട്ടെ. ഇവിടുന്ന് 5 കിലോമീറ്റർ പോയാൽ ഏഴാറ്റുമുഖമാണ്. 7 ആറുകൾ ചേരുന്ന സ്ഥലമാണ്. നിങ്ങൾക്കറിയാം, ഷോർട്ട് കട്ട് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ തുമ്പൂർമുടി, ഷോളയാറ് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും.
താല്പര്യമുണ്ടെങ്കിൽ അവിടെയൊക്കെ പോവാം. അപ്പോൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളിവിടെ വന്നതിന് വികാരിച്ചിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടുത്തെ ഇടവചനത്തിൻ്റെ എല്ലാവരുടെയും നാമത്തിൽ പ്രത്യേകം നന്ദി പറയുന്നു. രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൺ പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുക്കുമാരൻ ഗാഗുൽത്തായിൽ ചിന്തിയ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തെയോർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങളറിയുന്നു, എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെയും ഗവനിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രനാണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങേ പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തൻ്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങളുടെ രക്ഷപുത്രൻ ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്താൻ ദുഷ്ടായിരമേ. എന്താണെന്ന്
ഇപ്പോൾ നമ്മുടെ വന്നെത്തിയിരിക്കുന്നത് ഏഴാറ്റുമുഖം പള്ളിയിലാണ്. അപ്പോൾ ഇവിടുത്തെ വികാരിയച്ഛൻ നിങ്ങളെല്ലാവരും അറിയും. അച്ഛൻ ധ്യാനത്തിന് പോയിരിക്കുകയാണ്. നമ്മുടെ എന്താണ് ധ്യാനഗുരു ജേക്കബ് മഞ്ഞളി അച്ഛൻ. അപ്പോൾ അച്ഛൻ വലിയ വലിയ പള്ളികളിൽ നിന്ന് മടുത്തിട്ട് ഒരു ചെറിയ പള്ളിയിലാക്കിയതുകൊണ്ട് അങ്ങനെ ഒരു ചെറിയ പള്ളിയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ പള്ളിയിൽ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഞാനിവിടെ കുർബാനയിൽ ഒരു പ്രാഥമികമായിട്ടുള്ള ഓടിട്ട് പള്ളിയാണ്. ഇതിൻ്റെ ഒരു ഓടിട്ടൊരു പള്ളിയാണ്. ഇവിടുത്തെ ആളുകളുടെ കൂട്ടായ്മ മൂലം നല്ലൊരു പള്ളി ഉയർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുരിശിൻ്റെ വഴി നമ്മുടെ കാലത്ത് ആരംഭിച്ച 7 മണിക്ക് ആരംഭിച്ചത് ഔദ്യോഗികമായിട്ട് അവസാനിക്കാം. അപ്പോൾ ഒന്ന് കുരിശിൻ്റെ വഴിയിൽ ഈശോയുടെ പീഡാനുഭവത്തിൽ നമ്മൾ പങ്കുചേരുന്നതിൻ്റെ ഒരു സ്മരണയാണ് കുരിശിൻ്റെ വഴിയിൽ നമ്മൾ ചെയ്യുന്നത്. നമ്മളെല്ലാവരും വളരെ ബുദ്ധിമുട്ടിയ വന്നു. മിക്കവാറും ആളുകൾ സീനിയേഴ്സും സൂപ്പർ സീനിയേഴ്സും വളരെ ബുദ്ധിമുട്ടി നല്ല ചൂടുള്ള സമയത്ത് ത്യാഗങ്ങൾ ശ്രമിച്ച് അപ്പോൾ നമ്മൾ വന്നപ്പോൾ നമുക്കൊരു വലിയ എക്സ്പോഷർ ഉണ്ട്. ഇവിടെ കൈക്കാരന്മാരൊക്കെ ഓരോ പള്ളിയിൽ വരുമ്പോൾ അവർ നോക്കുന്നത് ഇതിൻ്റെ നമ്മുടെ പള്ളിയിൽ എന്ത് വളർച്ച വേണം, ഇതുപോലെ ഇടണം, ഇങ്ങനെയുള്ള ചിന്തയാണ്. ഓരോരുത്തരും വരുമ്പോൾ ഓരോ സ്ഥലത്തിൻ്റെ ആ വികസനം നമ്മൾ കാണുന്നത്. നമ്മുടെ അവിടെ മാത്രം നോക്കി നിന്നറിയാൻ വികസനം കാണുന്നത്. അപ്പോൾ നമുക്കൊരു എക്സ്പോഷറാണ് ആളുകളുടെ കൂട്ടായ്മയിൽ നിന്നും ഓരോ കാര്യങ്ങളും ഉണ്ടായത് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വരുമ്പോൾ നമ്മൾ കാണാത്ത സ്ഥലങ്ങളെ പലതും കണ്ടേ അല്ലേ? ഞാൻ കണ്ടിട്ടുള്ള നടത്തി പിന്നെ നല്ല നേച്ചർ ബ്യൂട്ടിയുള്ള സ്ഥലങ്ങളാണ് ഇന്ന് കടത്തുന്നത്, ഇനിയും കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒരു വന്നപ്പോൾ വേറൊരു കാര്യം മനസ്സിലായത് ഇത്രമാത്രം ആളുകൾ നടക്കുന്നുണ്ട്, ഇങ്ങനെ കുരിശിൻ്റെ വഴി നടത്തി ഇങ്ങനെ പള്ളികൾ സന്ദർശിച്ച് പോകുന്നുണ്ട് എന്നുള്ളത് എനിക്കും ബോധ്യപ്പെട്ടത് ഇപ്പോഴാണ്. നമ്മുടെ പള്ളിയിൽ മിക്കവാറും ദിവസങ്ങളിൽ ഒരു ടീമാണെങ്കിലും നമ്മുടെ പള്ളിയിൽ വരും, ചിലപ്പോൾ 2 ടീം വരും. പക്ഷേ നമ്മൾ മഞ്ഞപ്പുറയിൽ നിന്നിപ്പോൾ 4 പേരാണ്. ഇനി കുറച്ച് കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ കുരിശിൻ്റെ വഴി നടത്താൻ ക്യൂ നിൽക്കേണ്ടി വരും. ഒരു പള്ളിയിൽ ഒരാളുടെ കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയായാലും നന്നായിരുന്നു. അപ്പോൾ നമ്മുടെ രൂപതയിൽ തന്നെ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ, നല്ല സ്ഥലങ്ങൾ ഉണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളാണ് നമ്മൾ ആദ്യം കാണുന്നത് അല്ലേ? എന്നിട്ടാണ് നമ്മൾ പുറമേക്ക് പോകുന്നത്. നമ്മുടെ വീട് അതിൻ്റെ എല്ലാ റൂമുകളും നമ്മൾ കാണുന്നത് പോലെ നമ്മുടെ അതിരൂപതയിൽ തന്നെ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ. അപ്പോൾ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇന്നേ ദിവസം നമുക്ക് സംരക്ഷണം നൽകിയ ദൈവത്തിന് നന്ദി പറയാം.